So hey guys, welcome to KL01 Tech. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാക്ബുക്ക് അല്ല മാക്ബുക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ പ്രോഡക്റ്റ്സ് ആണ്. സോ നമുക്കിത് ഓരോന്നായിട്ട് ഒരുമിച്ച് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്കേജ്. നമുക്ക് നോക്കാം. മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്താണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നമുക്ക് മാറ്റി വയ്ക്കാൻ നോക്കട്ടെ. സെക്കൻഡ് പാക്കേജ് എന്താണ് നോക്കാം. ഫസ്റ്റ് അടുത്തെന്ന് വെച്ചാൽ കാണാലോ, കീബോർഡ് പ്രൊട്ടക്ടറാണ് അടുത്തത്. സോ അങ്ങോട്ട് വയ്ക്കാം. അടുത്ത നോക്കാം, അടുത്ത ബോക്സ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്, 99.9% പ്യൂറാണ്. സോ അത് നമുക്ക് അടുത്ത നമ്മുടെ ലാസ്റ്റ് പാക്കേജ്. ഓക്കെ, ഇതൊരു 13.3 ഇഞ്ച് ലാപ്ടോപ്പ് എല്ലാം ക്യാരി ചെയ്യുന്ന ഒരു ക്യാരി ബാഗാണ്. സോ നമുക്ക് നാലും ഡീപ്പായിട്ട് നോക്കാം. ഓരോന്നേതായിട്ട് എടുത്ത് നോക്കാം. സോ എനിക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാനുള്ളത് നമ്മുടെ കീബോർഡ് പ്രൊട്ടക്ടറാണ്. ഇപ്പോൾ നമ്മളിപ്പം ഒരു മാക്ബുക്ക് മേടിച്ച് ഇപ്പോൾ നമ്മളത് ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഔട്ട് സൈഡിൽ വെച്ച് യൂസ് ചെയ്താൽ, ഇപ്പോൾ ഇൻഡോഴ്സ് ഫുഡ് കഴിക്കുമ്പോൾ യൂസ് ചെയ്താലും തന്നെ ഒരുപാട് എന്താ പറയുക, ഫുഡ് പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസ് കീബോർഡിൻ്റെ ഇടയിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യത ഉണ്ട്, എന്തായാലും എങ്ങനെ നമ്മൾ ഇപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും കയറും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു പ്രോഡക്റ്റാണിത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര 499 രൂപയൊന്നുമില്ല കേട്ടോ. ഞാൻ 150 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്, വെറുതെ കത്തി വില. സോ ഇതാണ് സാധനം. നമ്മുടെ മാക്കിൽ കറക്റ്റാണോ നോക്കാം. മാക്ക് ഓൺ ആയിട്ടുണ്ട്, നോക്കാം. ഇപ്പം ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റ് ഫിറ്റിംഗ് ആണല്ലോ, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. വേറെ ഗ്യാപ്പൊന്നുമില്ല. നമ്മുടെ മറ്റേ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം കവേർഡാണ്. അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല ഇതാണ്. ടൈപ്പിംഗ് ഒക്കെ കൊള്ളാം, നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിട്ടിട്ട് ഇത് വച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാൻ പാടില്ല. ലിഡ് ക്ലോസ് ചെയ്താൽ ഫുള്ളായിട്ട് ക്ലോസ് ആകത്തില്ല, കാരണം ഇതിൻ്റെ അത്ര തിന്നാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെറിയൊരു സാധനം അകത്തിട്ടാൽ തന്നെ അത് വല്ലാണ്ട് അതിൻ്റെ ഇത് അഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഹിഞ്ച് മെക്കാനിസത്തെ. സോ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരത്തില്ല. ഗ്രാജുവലി നമ്മൾ കുറേ പ്രാവശ്യം ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ തുറക്കിടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടച്ചു വെച്ചിട്ട് ക്യാരി ചെയ്യുമ്പോഴൊക്കെ ഹിഞ്ചിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിപ്പോൾ നമ്മളിപ്പം ഔട്ട്ഡോഴ്സിൽ ഫുഡ് കഴിക്കുമ്പോൾ ആണെങ്കിൽ ആ സമയത്ത് ഇട്ട് ടൈപ്പ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഇതെടുത്ത് ജസ്റ്റ് എടുത്ത് മാറ്റുക, എന്നിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ ഫുള്ളായിട്ട് ക്ലോസ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു സാധനം ആണെങ്കിൽ അത് ഇടയിൽ കയറുന്ന ഇതിൻ്റെ ലാപ്പിൻ്റെ ഇത് ഫുള്ളായി ക്ലോസ് ആകത്തില്ല. അപ്പോൾ നമുക്ക് തന്നെ അവസാനം ഇത് ഫുള്ളായിട്ട് ഈ ടോപ്പ് പാനൽ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് മാക്ബുക്കിന്. സോ മാക്ബുക്ക് യൂസ് ചെയ്യണവർ എന്തായാലും എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഇത് ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ആർ
using it as a daily driver and heavy use of MacBooks. So go for it. നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് ഒരു മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്താണ്. സോ നമ്മളിപ്പോൾ ഒരു മാക്ബുക്ക് പുതുതായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കൺസേൺ കാണും. കാരണം ഭയങ്കര ഡിസ്പ്ലേ ഭയങ്കര ഇതാണ്, സ്ക്രാച്ച് ആവും, വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് മേ ബി ഇപ്പോൾ സ്പീഡിൻ്റെ തന്നെ ടെമ്പർ ഗ്ലാസ് ഉണ്ട്, അല്ലാതെ കുറേ കമ്പനീസിൻ്റെ ഗ്ലാസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ് യൂസ് ചെയ്താലും ഒരു എക്സ്ട്രാ ഒരു ബൾജ്, ഒരു സ്മോൾ മില്ലിമീറ്റർ കണക്കിന് ഒരു ബൾജ് വരും. ഓക്കെ, അതും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ കീബോർഡിൻ്റെ ആ മറ്റേ ഇതുണ്ടല്ലോ, അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കും. അപ്പോൾ അതും ഇതുപോലെ ക്ലോസ് ചെയ്യുമ്പോൾ പ്രോപ്പർലി ക്ലോസ് ആവത്തില്ല. അപ്പം ഗ്രാജുവലി കുറേ നാളാകുമ്പോഴത്തേക്ക് ഡിസ്പ്ലേക്ക് പ്രോബ്ലം വരും. ഈ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഡിസ്പ്ലേ പ്രഷർ വരും. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ അപ്പം ആ പ്രഷറാണ് ഡിസ്പ്ലേ ചീത്താവും, ഹിഞ്ചിനും പ്രോബ്ലം വരാം. സോ ആപ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ വാറണ്ടി പീരീഡിൻ്റെ അകത്താണെങ്കിലും ഇങ്ങനെ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ട് അവരുടെ കംപ്ലയിൻറ്റുമായിട്ട് പോയാൽ വാറണ്ടി കിട്ടത്തില്ല. സോ അവർ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഡയറക്റ്റ് അവരുടെ കസ്റ്റമർ മറ്റേ ആപ്പിളിൻ്റെ സർവീസ് സപ്പോർട്ട് ആപ്പ് ഉണ്ട്, അതുവഴി ചാറ്റ് ചെയ്ത് അവർക്ക് റെക്കമെൻഡ് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഒരു മൈക്രോ ഫൈബർ ക്ലീനിങ് ക്ലോത്ത് എടുക്കുക, തുടയ്ക്കുക, അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്മളിപ്പോൾ ടെമ്പർ ഒട്ടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓക്കെ വാറണ്ടി പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അവർ ഞാൻ കൺഫേം ചെയ്തതാണ് ആപ്പിളിൻ്റെ. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, കയറിപ്പോയി, കുറച്ച് എന്താ പറയുക, കുറച്ച് ശക്തി കൂടിപ്പോയി. ഓക്കെ, 2 നല്ല ക്ലോത്ത് ഉണ്ട്. സോ ഞാൻ ആദ്യം ഈ ക്ലോത്ത് മാറ്റി വെച്ചിട്ട് ഈ ക്ലോത്ത് എടുക്കുക, മാക്ബുക്ക് നല്ലപോലെ തുടയ്ക്കുക. ഓക്കെ, സൈഡും എല്ലാം ഇതുപോലെ അങ്ങ് തുടയ്ക്കുക. ഓക്കെ, ഇത് ഞാൻ അധികം ഫിംഗർ പ്രിൻ്റ് സ്മഡ്ജസ് ഒന്നും വരാതെ സൂക്ഷിക്കണം, അധികമായിട്ടില്ല, എങ്കിലും ഇത് വെച്ചൊന്ന് തുടച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഇവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. ഞാൻ ഡിസ്പ്ലേ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം എത്ര ക്ലീൻ ആയി. സോ ഇതാ കാണാമെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഒന്ന് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ടോ, എന്ത് വൃത്തിയെന്ന് കണ്ടോ, ബ്ലാക്ക് സ്ക്രീനിൽ കണ്ടോ, നല്ല ഒരു പൊടിയോ ഒന്നുമില്ല. ഓക്കെ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. എന്ന് വെച്ചാൽ 99.9% പ്യുവർ എന്ന് വെച്ചാൽ അത്രയും പെർസെൻറ്റേജ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളുള്ള സൊല്യൂഷനാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരിപ്പം ജസ്റ്റ് തുറക്കുമ്പോൾ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഒരുപാട് നല്ല ഡീപ്പായിട്ട് കാണും. ഓക്കെ, അതിന് ചിലപ്പോൾ ഇതിട്ട് മാത്രം തുറച്ചാവത്തില്ല. ഇപ്പോൾ ഡസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഓക്കെ പോവും. പക്ഷേ ഇപ്പോൾ നല്ല ഫിംഗർ പ്രിൻറ്റ് ഓയിലി സ്കിന്നുള്ളവരൊക്കെ അങ്ങനത്തെ ഉള്ളവരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഒരുപാട് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത് പോകണമെങ്കിൽ നമ്മൾ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ സൊല്യൂഷൻ യൂസ് ചെയ്യുക. സോ ആപ്പിൾ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് മോർ ദാൻ 75% ഉള്ള ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 75% അല്ലെങ്കിൽ അതിന് കൂടുതലായിരിക്കും ആ സൊല്യൂഷനിൽ. എങ്കിൽ അതാണ് ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് ഇവോപ്പറേഷൻ റേറ്റ് ഫാസ്റ്റർ ആയിരിക്കും. ഇതുപോലെ ഒട്ടിപ്പിടിച്ച് കിടക്കി അങ്ങനെയൊന്നും കുറേ നേരം നിൽക്കത്തൊന്നുമില്ല. നിൽക്കുമ്പോൾ ഒരുമാതിരി പാടൊക്കെ വീഴും. ഇപ്പോൾ 50% ഐസോപ്രോപ്പൈലൊക്കെ ആണെങ്കിൽ പാടൊക്കെ വീഴും. ഓക്കെ, സോ അപ്പം 75% മുകളിലോട്ടാണെങ്കിൽ മോർ പെർസെൻറ്റേജ് ഈക്വൽ മോർ ഇവോപ്പറേഷൻ. സോ അപ്പോൾ അത്രയും പെട്ടെന്ന് അങ്ങ് ഇവോപ്പറേറ്റ് ആവുകയും വേറെ പാടോ അങ്ങനത്തെ ഒന്നും കാണത്തില്ല. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനും തുറച്ച് നോക്കാം. ഇതൊക്കെ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ സുനാപ്പി എന്ന് തുറന്ന് നോക്കട്ടെ. സോ നമ്മൾ തുറന്നു, മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. ഇനി സ്പ്രേ മറ്റേ ഇതുണ്ടല്ലോ, സ്പ്രേ ചെയ്യാനുള്ള സാധനം കിട്ടും കേട്ടോ. അതുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. അതിൻ്റെ കുറച്ചുകൂടി ചെറുതായിരുന്നു. നോക്കി, അതുകൊണ്ടാണ് ഞാൻ വലുത് മേടിച്ചത്. അപ്പോൾ സ്പ്രേ ചെയ്യാനുള്ള സാധനം കിട്ടുമെങ്കിൽ അതായത് കുറച്ചുകൂടി നല്ലത്. ഇട്ടിട്ട് സ്പ്രേ ചെയ്യുക, സ്ക്രീനിലോട്ട് സൂക്ഷിച്ച് സ്പ്രേ ചെയ്തിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് അതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്തിൽ കുറച്ച് ഇങ്ങനെ കുറച്ച് തുള്ളിയായിട്ട് എടുത്തിട്ട്
ഞാനൊന്ന് സ്ക്രീൻ ഓഫ് ചെയ്യാൻ കേട്ടോ, എന്നിട്ട് കാണിച്ച് തരാം ഒന്നുകൂടെ. ഇങ്ങനെ ഇതിലോട്ടൊന്ന് തുടയ്ക്കുക. നമുക്ക് സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റ് വല്ല പാടോ എന്തെങ്കിലും വീണ്ടുണ്ടോ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഐസോപ്രോപ്പൈൽ എടുക്കുന്നു, ഇതിലോട്ട് ഒഴിക്കുന്നു. സ്ക്രീൻ പതുക്കെ മെല്ലെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പതുക്കെ മെല്ലെ, അധികം പ്രഷറൊന്നും കൊടുക്കാതെ ഓക്കെ ജസ്റ്റ് തുളച്ചെടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ ഫിംഗർ പ്രിൻറ്റും എല്ലാം അങ്ങ് പോവും ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ക്ലോസിന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരു ഡ്രോപ്പ് പോലും. ഓക്കെ, ഇതിലിപ്പം ഇല്ല, നിൽക്കുന്നില്ല, തങ്ങി നിൽക്കുന്നില്ല. ഓക്കെ, ഞാൻ കാണിച്ച്, ഒരു ഡ്രോപ്പ് പോലും ഇല്ലെന്നാണ്, അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, സോ അപ്പം നിങ്ങൾ കണ്ടല്ലോ, നല്ലൊരു ലിക്വിഡ് തന്നെയാണ്. നമ്മുടെ ഇത് ക്ലീൻ ആക്കി വെക്കാൻ പറ്റിയൊരു ലിക്വിഡ് തന്നെയാണിത്. So better go for solutions which is having more than 75% of isopropyl alcohol. 99.9 ആണ്, അത്രയ്ക്കും പ്യുവറാണ്. സോ better go for this, or if you want another choice, just ensure that you are choosing a solution which is having more than 75% of isopropyl alcohol. സോ ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കാം. ഓക്കെ, സോ ലാസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ഡയാസോ എന്ന ബ്രാൻഡിൻ്റെ 13.3 ഇഞ്ച് ലാപ്ടോപ്സൊക്കെ ക്യാരി ചെയ്യാനുള്ള ഒരു ബാഗാണ്. സോ അടിച്ചിരിക്കുന്ന വില ഓൾമോസ്റ്റ് 899 രൂപയാണ്. നിയർലി ഐ തിങ്ക് 250 to 300 റുപ്പീസേ ഉള്ളൂ. ജസ്റ്റ് നോക്കാം. നല്ലൊരു ബാഗാണ്. ഓക്കെ, സോ ഇതാണ് മെയിൻ. നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മെറ്റീരിയൽ കണ്ടോ, സോഫ്റ്റ് മെറ്റീരിയൽ. പക്ഷേ പെട്ടെന്ന് ചീത്താവും തോന്നുന്നു. വെള്ളം തന്നെ പെട്ടെന്ന് ചീത്താവും കേട്ടോ, വെള്ളം തന്നെ നോക്കണ്ട, പെട്ടെന്ന് ചീത്ത. പിന്നെ അകത്തൊരു സ്പോഞ്ച് ഉണ്ട്. അപ്പം നമ്മുടെ ഈ മാക്ബുക്കൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരുപാട് നാൾ യൂസ് ചെയ്ത് ഇരിക്കുന്ന വീട്ടിൽ വെച്ചിട്ട് പോവേ, അല്ലെങ്കിൽ എവിടെയും ക്യാരി ചെയ്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊരു ബാഗ് നല്ലതാണ്. ഓക്കെ, ഇനി പിടിയും കൂടെ. ഓക്കെ, സോ ഇവിടെ പിടിയുണ്ട് കേട്ടോ, പിടിച്ചുകൊണ്ട് നടക്കാം. ഈ ടോപ്പിൽ പിടിയുണ്ട്, അപ്പോൾ പിടിച്ചുകൊണ്ട് വെക്കാം. പിന്നെ വേറെ എക്സ്ട്രാ 2 അറയുണ്ട്. ഓക്കെ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഒരു അറയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റേ മൈക്രോ ഫൈബർ ക്ലോത്ത് ചുമ്മാ എവിടെയും പോകണമെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ കീബോർഡിൻ്റെ ഒരു സാധനവും ഈ ഇറക്കകത്ത്, മുകളിലത്തെ ഇറക്കകത്ത് വയ്ക്കാം. ഓക്കെ, കുറച്ച് ഇതായിട്ടുണ്ട്. പിന്നെ ഇനി ഈ മൂന്നാമത്തെ അറ. ഓക്കെ, വെളിയിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയാണ് കേട്ടോ. മൂന്നാമത്തെ അറയിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് കുറച്ച് പെൻ ഡ്രൈവും അഡാപ്റ്റർ താഴെ പോയി, സോറി, അഡാപ്റ്ററോ മെമ്മറി കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇട്ട് വെച്ചിട്ട് എടുക്കുക, തൂക്കുക, പോവുക, ഇത്രേ ഉള്ളൂ. സോ എല്ലാം ഇതിൻ്റെ അകത്ത് പാക്കാക്കി നമുക്ക് കൊണ്ടുപോകാം. സോ അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ. ട്രാവൽ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ഫോൺ, ഇപ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോകണില്ല, വീട്ടിൽ ചെന്ന് പൊടിയടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട, ഇതിൻ്റെ അകത്തെല്ലാം ഇട്ട് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ബാക്ക് സൈഡ്
എല്ലാം അത്യാവശ്യം കൊള്ളിച്ചിട്ടുണ്ട്. അകത്ത് ഫോമാണ് കുറച്ച് കാണാൻ, ലാപ്ടോപ്പൊക്കെ ഇരിക്കാൻ വേണ്ടി കുറച്ച്. സോ കൊള്ളാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. സോ ഇനി നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ആങ്കറിൻ്റെ USB-C ഹബ്. തണ്ടർബോൾട്ട് 4 കമ്പാറ്റബിൾ ആണ്. നല്ലൊരു ബ്രാൻഡാണ്. ഓക്കെ, ആങ്കർ 4699 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. സോ ഇത് മറ്റേതുപോലെ വയറുള്ള അഡാപ്റ്റർ അല്ല, ഇതല്ല, ഡോങ്കിളല്ല, ഹബ്ബല്ല. ഓക്കെ, സോ വയർലെസ് ആണ്. സോ കറക്റ്റ് അഡാപ്റ്റർ പോലെ ലാപ്പുമായിട്ട് ചേർന്ന് സെറ്റ് ആയിട്ടിരുന്നോളും. സോ ഒരു മൾട്ടി ഫങ്ഷൻ പോർട്ടുണ്ട്, HDMI 2.0 ഉണ്ട്, ഒരു രണ്ട് USB-A ഉണ്ട്, അല്ലാതെ USB-C ഉണ്ട്, പിന്നെ ഒരു മൈക്രോ SD കാർഡും SD കാർഡ് സ്ലോട്ടും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അത്യാവശ്യം ആക്സസറീസ് ഒക്കെ ഇത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ മോണിറ്റർ, അത്യാവശ്യം നല്ല ആക്സസറീസ്, എക്സ്റ്റേണൽ SSD, ഹാർഡ് ഡിസ്ക് എല്ലാം. ഓക്കെ, സോ ഇതിനൊക്കെ അത്യാവശ്യമുള്ള എല്ലാ പോർട്സും അപ്പോൾ ആവും. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഉണ്ടല്ലോ, മൾട്ടി ഫങ്ഷൻ പോർട്ട്, 100 വാട്ടിൻ്റെ PD ചാർജും 40 GB/s ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡും 5K 60 Hz എക്സ്റ്റേണൽ ഡിസ്പ്ലേയും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല കറക്റ്റ് അലൈൻഡ് ആണ് പെർഫെക്റ്റ്ലി വിത്ത് ദ MacBook. ഓക്കെ, കറക്റ്റ് അലൈൻഡ് ആണ്. പിന്നെ MacBook Air, MacBook Pro വർഷങ്ങൾ, അത്രയും വർഷത്തുള്ള മോഡലിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. M2 M3 അത്രേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ M2 M3 ആണെങ്കിൽ നമ്മൾ ചാർജിങ് എന്നുണ്ടല്ലോ, ചാർജ് ചെയ്യുന്ന മറ്റേ പോർട്ട് അത് കവർ ചെയ്യാതെയാണ് ഉള്ള ഡിസൈനാണ്. ഓക്കെ, അത് കവർ ചെയ്യത്തില്ല. മറ്റേ ഹബ്ബൊക്കെയാണെങ്കിൽ കുറച്ച് ചാർജിങ് ഇങ്ങോട്ട് തള്ളി നിൽക്കും. ഓക്കെ, അപ്പോൾ Mac ചാർജ് ചെയ്തുകൊണ്ടെങ്കിൽ ഈ ഹബ്ബ് യൂസ് ചെയ്യാം. അഡാപ്റ്റർ ആ ഒരു സ്ലോട്ട് കവറപ്പ് ചെയ്യത്തില്ല. സോ ഇതാണ്, ക്യാരി ചെയ്തുകൊണ്ട് എളുപ്പമാണ്, നല്ലൊരു ഇതാണ്. അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആമസോണിൽ 4.4 സംതിങ് അടുപ്പിച്ച് 4.5 റേറ്റിംഗ് ഉണ്ട്. യൂസേഴ്സ് അത്യാവശ്യം ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോസും സംഭവമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഞാൻ അത്യാവശ്യം ഫോട്ടോസൊക്കെ, യൂസേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഇസ് KL01 Tech signing off.